ഗുഡ് ഈവനിങ് കുട്ടികളെ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വളരെ ലിബറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലിബറലായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചാപ്റ്ററാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അതിന്റെ ഫസ്റ്റ് ഭാഗത്ത് വരുന്നത് സണ്ണും അതുപോലെ ആ സണ്ണിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കാരണം ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസവും സീസൺ വേരിയേഷനും ഒക്കെ കാരണം നമുക്ക് ഡെസേർട്ട്, ഫോറസ്റ്റ്, തുന്ദ്ര എന്ന് പറയുന്ന പല റീജിയനുകളും ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഈ സീസണൽ വേരിയേഷൻ കൊണ്ടാണ് വ്യത്യസ്ത വെജിറ്റേറ്റീവ് പാർട്ടുകൾ ലോകത്ത് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും ഏതൊരു വെജിറ്റേഷൻ എടുത്തു കഴിഞ്ഞാലും ഏതൊരു ഡെസേർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും there is two factors is here, abiotic and biotic factors. From the word we can easily understand that biotic and abiotic, with live or without live എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് മീൻ എന്ന് പറയുന്നത്. അപ്പൊ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ലൈറ്റ്, സോയിൽ, വാട്ടർ. നമുക്കറിയാം ഈ പറയുന്ന 3 അബയോട്ടിക് ഫാക്ടേഴ്സും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലെ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ഹോർമോണൽ ആക്ടിവിറ്റീസ് നടക്കാൻ, നോർമൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കാൻ ഒരു മിനിമം ടെമ്പറേച്ചർ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സിസ്റ്റത്തെ മാത്രമല്ല വെജിറ്റേറ്റീവ് സ്ട്രക്ചർ, ടോട്ടൽ ആയിട്ടുള്ള ലോകത്തുള്ള എല്ലാ വെജിറ്റേറ്റീവ് സ്ട്രക്ചറും നിർണ്ണയിക്കുന്നതിലും ആർക്ക് പങ്കുണ്ട്? ടെമ്പറേച്ചറിന് പങ്കുണ്ട്. അതില് യൂറി തെർമൽസ് ആൻഡ് സ്റ്റീനോ തെർമൽസ്, ആ 2 വേർഡുകൾ ശ്രദ്ധിക്കുക. യൂറി തെർമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചർ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ജീവികളെയാണ് യൂറി തെർമൽസ് എന്ന് പറയുന്നത്. സ്റ്റീനോ തെർമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു നാരോ വെറൈറ്റി, ഒരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ സർവൈവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്റ്റീനോ തെർമൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ലൈറ്റ് നമുക്കറിയാം. ലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ഫോട്ടോസിന്തസിസ് പറയുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോപീരിയഡിസം ദാറ്റ് ഈസ് ഇൻ ആനിമൽസ്. ആൻഡ് ആൾസോ സോയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെ. അത് ആ ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വ്യത്യാസപ്പെടുമ്പോഴാണ് അത് സീറോഫൈറ്റ് അല്ലെങ്കിൽ ഡെസേർട്ട് ആയിട്ടും മറ്റേതൊക്കെ മാറുന്നത് അല്ലെ. നമ്മുടെ ഡിഫറെന്റ് ലാൻഡ്, ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിലെ വ്യത്യസ്ത സോയിലുകൾ നമ്മൾ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ എക്സാമിൻ ദ ഡിഫറെന്റ് സോയിൽസ് ഇൻ എ ഡിഫറെന്റ് ഫീൽഡ് നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം. അപ്പൊ അത് തന്നെയാണ് ആ ഒരു ഡെസേർട്ട് ഫോർമേഷൻ സോയിൽ ഫോർമേഷനുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരം സോയിൽ രൂപപ്പെടാനുള്ള ഒരു റീസൺ. അപ്പൊ അത് വലിയൊരു ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കുക. വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ യൂറി ഹാലൈനും സ്റ്റീനോ ഹാലൈനും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. യൂറി തെർമൽസും സ്റ്റീനോ തെർമൽസും പറഞ്ഞ മാതിരി ഇവിടെ യൂറി ഹാലൈനും സ്റ്റീനോ ഹാലൈനും. യൂറി ഹാലൈൻ എന്ന് പറയുമ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഹാലിനിറ്റി അല്ലെ, സലനിറ്റി എന്ന് പറഞ്ഞ ഉപ്പ് അല്ലെ. അപ്പൊ ആ സെലൈൻ കണ്ടീഷനിൽ നല്ല ഒരു വലിയൊരു സലൈൻ കണ്ടീഷനിൽ, ഹൈ റേഞ്ച് ഓഫ് സലൈൻ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസിനെയാണ് നമ്മൾ യൂറി ഹാലിനിക് എന്ന് വിളിക്കുന്നത്. സ്റ്റീനോ ഹാലിനിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ റേഞ്ച് സെലനിറ്റിയിൽ മാത്രം ജീവിക്കാൻ പറ്റുന്നവയാണ് നമ്മൾ സ്റ്റീനോ ഹാലിനിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു സംഗതിയാണ് എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഭാഗം. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് is a physiological or morphological behavioral change to adapt to a particular environment. ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവികൾക്കുള്ള ഡിഫറെന്റ് അല്ലെങ്കിൽ ഒരു മോർഫോളജിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡാപ്റ്റേഷൻ. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് അതിന് ജീവിക്കാനുള്ള രൂപത്തിൽ അതിന്റെ ബോഡി മാറ്റിയെടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തണുത്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പൂച്ചയെ പോലെയാണ് നമ്മുടെ നാടുകളിലെ പൂച്ച കാണുന്നത് അല്ല. അതിന്റെ ആ പുറത്ത് കാണുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലെ. ആ പുറത്ത് കാണുന്ന തൊലിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ അഡാപ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസേർട്ടിൽ കാണുന്ന അനിമൽസിനുള്ള അഡാപ്റ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. സ്റ്റാർട്ട് വിത്ത് കങ്കാരു റാറ്റ് ഇസ് എ ഡെസേർട്ട് അനിമൽ. കങ്കാരു റാറ്റ് എന്ന് പറയുന്ന ഡെസേർട്ട് അനിമൽ ആണ്. കങ്കാരു റാറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ക്യാരക്ടർ എന്ന് പറയുന്നത് ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ ആണ്. ദാറ്റ് മീൻ ഫാറ്റിൽ ഓക്സിഡേഷൻ നടന്നിട്ട് അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതിന് കഴിയും? വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മെറ്റബോളിക് വാട്ടർ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. എന്താണ് ഒന്നാമത്തെ അഡാപ്റ്റേഷൻ? ആണ് ഇന്റേണൽ ഫാറ്റ് ഓക്സിഡൈസേഷൻ. ആൻഡ് ഫ്രം ദിസ് ഇന്റേണൽ ഫാറ്റ് ഓക്സിഡൈസേഷൻ this kangaroo rat can produce the water. ഓക്കെ, നമുക്കറിയാം ഡെസേർട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് there is scarcity of water. അവിടെ scarcity of water ആണ്. ദാറ്റ് മീൻസ് സീറോഫൈറ്റിക് കണ്ടീഷൻ ആണ്. അവിടെ ആ പെർട്ടിക്കുലർ കണ്ടീഷൻ ഹൈ ടെമ്പറേച്ചർ ആണ്, വാട്ടർ ലെവൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മിനിമം എമൗണ്ട് ഓഫ് വാട്ടറിൽ അതിന് ആ പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ അനിമൽ ആയാലും അതിൽ സർവൈവ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്തിനായിരിക്കും കുറക്കുക? യൂറിനേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് കുറക്കാനായിരിക്കും ശ്രമിക്കുക. അതായത് വാട്ടർ ലോസ് കുറക്കാനായിരിക്കും സ്വാഭാവികമായിട്ടും പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന അനിമൽ ആയാലും ചെയ്യാം, അല്ലെ? കാരണം അവിടെ വാട്ടർ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് നമ്മുടെ അവിടെയുള്ള അനിമൽ ആയാലും പ്ലാന്റ് ആയാലും അതിന്റെ ബോഡിയിൽ നിന്നുള്ള എന്തിനാ വാട്ടർ ലോസ് കുറക്കണം, അല്ലെ? അപ്പൊ അതിനുള്ള അഡാപ്റ്റേഷൻ ആയിരിക്കും അതിനുണ്ടായിരിക്കുക എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ ആണ്. മാത്രമല്ല അതിന്റെ യൂറിൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് യൂറിൻ ആണ്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ വിളിക്കുന്നത് സോളിഡ് യൂറിൻ എന്നാണ്. ദാറ്റ് മീൻസ് അതില് സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. എന്തിന്റെ എമൗണ്ട് കുറവാണ്? വാട്ടർ എമൗണ്ട് കുറവാണ് അതിന്റെ യൂറിനിൽ. എന്തിനാണ്? വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോൺസെൻട്രേറ്റഡ് യൂറിൻ ആക്കിയത്. അപ്പൊ രണ്ട് ഇതാണ് അതിനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ ആണല്ലോ. അടുത്തത് ഡെസേർട്ട് ലിസാർഡ് ആണ്. ഡെസേർട്ട് ലിസാർഡ് പറയുന്ന സമയത്ത് ഒന്നുമില്ല, അതിന് ബോഡി ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും സൺലൈറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങുകയും ആവശ്യമായുള്ള ബോഡി ടെമ്പറേച്ചർ സ്വീകരിക്കുകയും, അപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അത് ഷെയ്ഡ് റീജിയനിലോട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഡെസേർട്ട് ലിസാർഡിന്റെ പ്രത്യേകത. ആൻഡ് വി കൺസിഡറിംഗ് ദ ഡെസേർട്ട് പ്ലാന്റ് നോക്കുന്ന സമയത്ത് തിക് ക്യൂട്ടിക്കിൾ ആണ്. എന്തിനാണ് തിക് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നതിനാണ്? അവിടെ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല സങ്കൻ സ്റ്റൊമാറ്റ, നമുക്ക് സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ അറിയാം, അല്ലെ? ആ സ്റ്റൊമാറ്റ എന്താണ്? സങ്കൻ ആണ്. അതായത് ഇങ്ങനെയുള്ള സ്റ്റൊമാറ്റ ചുരുങ്ങിയിട്ടാണ് കാണുന്നത് അർത്ഥം. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഭാഗം പഠിച്ചിരുന്നു. അതില് കാം പാത്വേ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പാത്വേ പഠിച്ചിരുന്നു, അല്ലെ? അപ്പൊ ഇവിടെ കാണുന്ന ഫോട്ടോസിന്തറ്റിക് പാത്വേ ആണ് കാം പാത്വേ, CAM പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നമുക്കറിയാം സ്റ്റൊമാറ്റ ഓപ്പൺസ് അറ്റ് നൈറ്റ്. സ്റ്റൊമാറ്റോ എപ്പോ മാത്രമേ ഓപ്പൺ ആവുള്ളൂ? നൈറ്റ് സമയത്ത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഡേ നൈറ്റ് ലൈറ്റിൽ സമയത്ത് സ്റ്റൊമാറ്റോ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. മാത്രമല്ല സ്പൈൻ ലീവ്സ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്പിറേഷൻ, വാട്ടർ ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം അങ്ങനെ ആ സ്പൈൻ ലീവ്സ് ആവുന്ന സമയത്ത് അവിടെ സർഫസ് ഏരിയ കുറയുകയും ലീവ്സിന്റെ സ്പൈൻ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലീവ്സ് അല്ലേ, സ്വാഭാവികമായിട്ട് അവിടുത്തെ സർഫസ് ഏരിയ കുറയുകയും അവിടുത്തെ ട്രാൻസ്പിറേഷൻ കുറയുകയും ചെയ്യും. അതാണ് അവിടുത്തെ പ്രോസസ്സ്. അങ്ങനെ അതിനെന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ ലോസ് കുറക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. മാത്രമല്ല ഒന്നും കൂടി ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് സ്റ്റെം, അല്ലെ? ഫോട്ടോസിന്തറ്റിക് സ്റ്റെം എന്ന് പറയുന്നത് ഈ ഡെസേർട്ട് പ്ലാന്റിന്റെ എന്താണ്? അഡാപ്റ്റേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ കുട്ടികളെ, ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് കോൾഡ് ക്ലൈമറ്റില് അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലും എന്തൊക്കെ അഡാപ്റ്റേഷൻ ആണ് ഉള്ളതെന്നാണ്. കോൾഡ് ക്ലൈമറ്റ് നമുക്കറിയാം നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അപ്പൊ അവിടെ ബോഡി ടെമ്പറേച്ചർ ആവശ്യമാണ്. ദാറ്റ് മീൻസ് ബോഡി ടെമ്പറേച്ചർ നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ ശരീരത്തിൽ നിൽക്കണം, കാരണം പുറത്ത് നല്ല തണുപ്പാണ്. അപ്പൊ അവിടെയുള്ള രണ്ട് കാര്യങ്ങളാണ് അലൻസ് റൂളും അതുപോലെ തന്നെ ബ്ലബ്ബർ എന്ന് പറയുന്ന ഭാഗവും. അലൻസ് റൂൾ എന്ന് പറയുന്നത് ഷോർട്ട് ഇയർ ആൻഡ് ഷോർട്ട് ലിംബ്, അല്ലെ? ഷോർട്ട് ഇയർ അതുപോലെ തന്നെ ഷോർട്ട് ലിംബ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബോഡി ടെമ്പറേച്ചർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഷോർട്ട് ഇയറും ഷോർട്ട് ലിംബും ആണ് അവിടെ ഈ കോൾഡ് ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തെ ആളുകൾക്ക് ഷോർട്ട് ഇയറും ആയിരിക്കും ഷോർട്ട് ലിംബും ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ബോഡി ടെമ്പറേച്ചർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് അലൻസ് റൂൾ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ബ്ലബ്ബർ എന്ന് പറയുന്നത്? ബ്ലബ്ബർ എന്ന് പറയുന്നത് തിക്ക് ഫാറ്റി ലെയർ ഇൻ ദ അനിമൽസ് ബോഡി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള
reduce the body ടെമ്പറേച്ചർ അല്ലെ, റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ബ്ലബ്ബർ. ബ്ലബ്ബർ തിക്ക് ഫാറ്റി ലെയർ ആണ്, തിക്ക് ഫാറ്റി ലെയർ ആണ് എന്താ ബ്ലബ്ബർ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോൾഡ് ക്ലൈമറ്റിലുള്ള ആളുകൾക്കുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഡിക്രീസിങ് ദ പ്രഷർ, ഓക്കെ ആണല്ലോ, ഡിക്രീസിങ് ദ പ്രഷർ ആൻഡ് ആൾസോ ദ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ. ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുന്ന സമയത്ത് പ്രഷർ ഡിക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറയുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ദ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. ആൾട്ടിറ്റ്യൂഡ് സിക്നസിന് കാരണമാകും. ദാറ്റ് ഈസ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത് നോസിയ, അതുപോലെ തന്നെ ഫെയ്റ്റ്ഗ്യൂ എന്ന് പറയുന്ന ഭാഗം അല്ലെ. നോസിയ ഫെയ്റ്റ്ഗ്യൂ എന്നാണ് നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പോ ഈ രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള സിക്നസിന് എന്ത് കാരണമാകും? ഈ ഒരു കണ്ടീഷൻ കാരണമാകും. അങ്ങനെയുള്ള ഈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ സിക്നസിനെയാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചിട്ടുള്ള ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അനുഭവിച്ച ആൾക്കാർ ഒരുപാട് ഉണ്ടാവും ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറവാണ് അല്ലെ. അപ്പൊ കൂടുതൽ ഓക്സിജൻ ബോഡിയിലോട്ട് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അവിടെ ആര് വേണം? അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ആരുടെ ആവശ്യമുണ്ട്? RBCയുടെ ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ഇൻക്രീസ് ദ RBC പ്രൊഡക്ഷൻ. അവിടെ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ആളുകളുടെ RBC പ്രൊഡക്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. മാത്രമല്ല അവിടുത്തെ ബ്രീത്തിങ് റേറ്റും എന്തായിരിക്കും? കൂടുതലായിരിക്കും. RBC പ്രൊഡക്ഷനും കൂടുതലായിട്ടും ബ്രീത്തിങ് റേറ്റും കൂടുതലായിരിക്കും. നമുക്കറിയാം ഏകദേശം 12 to 16 പെർ മിനിറ്റിൽ ആണ് നോർമൽ ബ്രീത്തിങ് റേറ്റ്. മനുഷ്യന്റെ നോർമൽ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് 12 to 16 പെർ മിനിറ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് വേരിയന്റ് ആയിരിക്കും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ആളുകൾക്ക് എന്നുള്ളത് മനസ്സിലാക്കാം. മാത്രമല്ല ഡിക്രീസ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. എന്താണ് മൂന്നാമത് പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് ഇൻക്രീസിംഗ് RBC പ്രൊഡക്ഷൻ ആണ്, രണ്ടാമത് ഇൻക്രീസിംഗ് ദ ബ്രീത്തിങ് റേറ്റ് ആണ്, മൂന്നാമത് ഡിക്രീസ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. എന്താണ് ഡിക്രീസ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ? നമുക്കറിയാം ഇവിടെ ഓക്സിജന്റെ ലെവൽ വളരെ കുറവാണ്, കോൺസെൻട്രേഷൻ കുറവാണ്. നമുക്കറിയാം ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് ഈ ഹീമോഗ്ലോബിന്റെ സാച്ചുറേഷൻ സംഭവിക്കുന്നത് അല്ലെ. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന സോളജിയിലെ ഭാഗത്ത് പഠിച്ചതാണ്. എന്താണ് അവിടെ പറയുന്നുണ്ട്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഗ്രാഫ് ദാറ്റ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അല്ലെ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചതായിരുന്നു. ഒരു സിഗ്മോയിഡ് കർവ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ആ കോൺസെൻട്രേഷൻ കൂടിയാൽ മാത്രമേ ഓക്സിജൻ എന്തുമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. വർഷ പ്രഷർ കൂടുന്ന സമയത്ത് മാത്രമേ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് സാച്ചുറേഷൻ സംഭവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടിച്ചേരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആ അഫിനിറ്റി, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള അഫിനിറ്റി, ബൈൻഡിങ് അഫിനിറ്റി എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അതായത് അത്രത്തോളം കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഓക്സിജൻ എന്ത് ചെയ്യാം? ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എവിടെയുള്ളത്? ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അഡാപ്റ്റേഷൻ. ഇതൊക്കെയാണ് ഇൻക്രീസിംഗ് RBC പ്രൊഡക്ഷൻ, ഇൻക്രീസിംഗ് ബ്രീത്തിങ് റേറ്റ് ആൻഡ് ഡിക്രീസിംഗ് ദ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഓക്കെ. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ലിവിംഗ് ടുഗെദർ, ഇൻഡിവിജ്വൽസ് ലിവിംഗ് ടുഗെദർ ഇൻ എ കോമൺ ഏരിയ അറ്റ് എ പെർട്ടിക്കുലർ ടീം അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ജീവിക്കുന്ന എണ്ണത്തെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലെ ടീക്ക് അല്ലെ, തേക്കുകളുടെ ഒരു പോപ്പുലേഷൻ നോക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ടീക്കിന്റെ പോപ്പുലേഷൻ നോക്കട്ടെ, എണ്ണ എടുക്കുകയാണെങ്കിൽ അതാണ് അവിടുത്തെ പോപ്പുലേഷൻ. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോറസ്റ്റ് എടുത്തിട്ട് നമ്മൾ അവിടുത്തെ കടുവകളെ എണ്ണ നോക്കുകയാണ്, അതാണ് കടുവകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ ജീവിക്കുന്ന ഇൻഡിവിജ്വൽസ്, ദാറ്റ് മീൻസ് സെയിം സ്പീഷീസ് ആയിരിക്കണം, ഡിഫറെന്റ് സ്പീഷീസ് ആവരുത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ബർത്ത് ഡെത്ത് എന്നാണ് ഉപയോഗിക്കുക അല്ലെ. ബർത്ത് ഓർ ഡെത്ത് അല്ലെ. പക്ഷെ നമ്മൾ ഒരു പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ നമുക്കവിടെ ബർത്തും ഡെത്തിനും കാര്യമുണ്ടോ? ഇല്ല. കാരണം ഒരാളുടെ ബർത്തും ഡേറ്റും ഡെത്തും പെട്ടെന്ന് തന്നെ ആ ഒരു പോപ്പുലേഷൻ എന്ത് ചെയ്തോളുന്നില്ല, ബാധിച്ചോളുന്നില്ല.
ഉദാഹരണത്തിന് ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉള്ള സ്ഥലമാണെങ്കിൽ അവിടുത്തെ ഒരു ബർത്തും ഡെത്തും അവിടെയുള്ള ടോട്ടൽ നമ്പേഴ്സിനെ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം റേറ്റിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പോപ്പുലേഷൻ പറയുമ്പോൾ ബർത്ത് റേറ്റ് അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെയാണ് കുട്ടികളെ? നെക്സ്റ്റ് വി ഗോയിങ് ടു ദ ഏജ് പിരമിഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു ഗിവൺ പോപ്പുലേഷനിലെ അതിലെ ഏജിനെ ഡിഫറെന്റ് പിരമിഡ്സ് ആക്കി മാറ്റാൻ പോവാന്ന് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതിന്റെ ബേസിൽ നമുക്ക് അതിനെ മൂന്ന് ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതായത് ചെറിയ കുട്ടികളെ ഉൾപ്പെടുന്ന ആ ഭാഗമാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിന് മുമ്പുള്ള ഫേസ്. പിന്നെ റീപ്രൊഡക്റ്റീവ്, അതായത് പ്രൊഡക്ഷൻ നടക്കുന്ന ഏജ് ആണ് റീപ്രൊഡക്റ്റീവ് ഏജ്. പ്രൊഡക്ഷൻ മാത്രമല്ല, റിസോഴ്സ് എന്ന് പറയുന്നതും ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ആണ്. കാരണം പണിയെടുക്കുന്നത് മിക്കവാറും, തൊഴിലിന് പോകുന്നത് മിക്കവാറും എവിടെയുള്ള ആളുകളായിരിക്കും? ഈ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരായിരിക്കും, മിഡിലായിരിക്കും. അപ്പൊ പിരമിഡ് വരക്കുമ്പോ ബേസില എന്തായിരിക്കും? ഏറ്റവും താഴെയുള്ളത് പ്രീ റീപ്രൊഡക്റ്റീവും, റീപ്രൊഡക്റ്റീവ് വരുന്ന എവിടെയാണ്? മിഡിലുമാണ്. നെക്സ്റ്റ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആണ്. പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായിട്ടുള്ള ആൾക്കാർ, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെയാണ് നമ്മൾ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. അതെവിടെയാണ് എഴുതാറ്? സാധാരണ ടോപ്പിലാണ്. ഏജ് പിരമിഡ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. മാത്രമല്ല, ഇറ്റ് ഡിറ്റർമൈൻസ് ദ വെദർ ദിസ് പോപ്പുലേഷൻ ഈസ് ഗ്രോവിംഗ് ഓർ സ്റ്റേബിൾ ഓർ ഡിക്ലൈനിങ്. നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആ പിരമിഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കാണുന്ന പോപ്പുലേഷൻ ഗ്രോവിംഗ് ആണോ, വളർന്നുകൊണ്ടിരിക്കുകയാണോ, അതർവൈസ് ഇറ്റ് ഇസ് എ സ്റ്റേബിൾ ആണോ, അതർവൈസ് ഇറ്റ് ഇസ് എ ഡിക്ലൈനിങ്. അപ്പൊ മൂന്ന് തരത്തിൽ പോപ്പുലേഷൻ വരാം. ആ പോപ്പുലേഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ കണക്കാക്കുന്ന അവിടെ നിന്നാണ്? ഏജ് പിരമിഡ് നോക്കിയിട്ടാണ്. അത് മേ ബി ഗ്രോവിംഗ് ആവാം, ഓർ സ്റ്റേബിൾ ആവാം, ഓർ ഇറ്റ് മേ ബി ഡിക്ലൈനിങ് ആവാം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളെ പിരമിഡിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലേഷൻ വെദർ ഇറ്റ് ഈസ് ഗ്രോവിംഗ് ഓർ ഡിക്ലൈനിങ് ഓർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. We start with the first one, expanding population or growing population. You look at the last or the base place. Here it is the pre-reproductive phase or the pre-reproductive phase level. Okay. അപ്പോ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് കൂടുതൽ, അല്ലെ? പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് കൂടുതൽ. ഇതെല്ലാം കുറവാണ് കമ്പാരിറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ. അപ്പൊ പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് കൂടുതലാണ്, അല്ലെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ കൂടുതലെങ്കിൽ, അതെന്താണ്? എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആണ്. ആ പിരമിഡിന്റെ സ്ട്രക്ചർ വരുന്നത് ട്രയാങ്കുലർ ഷേപ്ഡ് ആണ്. എന്ത് ഷേപ്ഡ് ആണ്? ട്രയാങ്കുലർ ഷേപ്ഡ് ആണ്. If it is a stable population എന്ന് പറയണമെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും, ഹിയർ ഈസ് ദ പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് ഹിയർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഈ പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും ഈക്വൽ ആണ്, ഒരുപോലെയാണ് പോകുന്നതെങ്കിൽ അതെന്താണ്? സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. അത് ആ പിരമിഡിന്റെ ഷേപ്പ് എന്താണ്? ബെൽ ഷേപ്ഡ് ആണ്. നോക്കാം, ഇവിടെ ഇതാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് ഇതെന്താണ്? റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്, അല്ലെ? ആ ഇവിടെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്തിനേക്കാൾ കുറവാണ്? റീപ്രൊഡക്റ്റീവ് ഫേസിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ്. ഇതിന്റെ ഷേപ്പ് എന്താണ്? ഏൺ ഷേപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏജ് പിരമിഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ഇതാണ് ഏജ് പിരമിഡ്സ് എന്ന് പറയുന്നത്. എക്സ്പാൻഡിങ്, സ്റ്റേബിൾ ആൻഡ് ഡിക്ലൈനിങ്. ഓക്കെ ആണല്ലോ? So we go into the population density. When other density is a സംതിങ് ഇൻ എ യൂണിറ്റ് ഏരിയ, അല്ലെ? ഒരു യൂണിറ്റ് ഏരിയയിലുള്ള സാധനത്തിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻഡിവിജ്വൽ ദാറ്റ്സ് ലിവ് ഇൻ എ യൂണിറ്റ് ഏരിയ. അപ്പൊ ഒരു യൂണിറ്റ് ഏരിയയിൽ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദ ഡെൻസിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദിസ് ഇക്വേഷൻ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ ഏരിയ ദാറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ഏരിയ, അല്ലെ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ താമസിക്കുന്ന
ജീവിക്കുന്ന ആളുകളുടെ എണ്ണത്തെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം ഓരോ ജീവികളെ പോപ്പുലേഷൻ ഡെൻസിറ്റി എടുക്കുന്ന സമയത്ത് വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ. ഇപ്പൊ മനുഷ്യന്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ മനുഷ്യന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് നോക്കുന്നത്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, ഇൻഡിവിജ്വൽ നമ്പർ ആണ്. എന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്ലാന്റിന്റെ ഒക്കെ പോപ്പുലേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് നോക്കേണ്ടി വരും, കവർ എത്ര കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബയോമാസ് എത്രയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വിചാരിക്കുക, ഒരു 100 ഗ്രാസും അതുപോലെ തന്നെ ഒരു ബന്യാൻ ട്രീയും നോക്കുക. 100 ഗ്രാസും ഒരു ബന്യാൻ ട്രീയും നമുക്ക് രണ്ടിനെയും കൂടി പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 100 ബന്യാൻ ഗ്രാസിനേക്കാളും എത്രയോ ബയോമാസ് കൂടുതലാണ് ഏതിന്, ബന്യാൻ ട്രീക്ക് അല്ലെ. അപ്പൊ അങ്ങനെ പ്ലാന്റ് നോക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് നോക്കേണ്ടി വരും, ബയോമാസ് നോക്കേണ്ടി വരും എന്നുള്ളതാണ്. അടുത്തത് റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ചിലതിന്റെ ഒന്നും പോപ്പുലേഷൻ നമുക്ക് മനുഷ്യന്റെ എണ്ണം അറിയാം, 1, 2, 3, 4 എണ്ണാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇറ്റ് റിലേറ്റഡ് ടു സംതിങ് അനദർ, അതായത് മറ്റൊന്നുമായി ബന്ധപ്പെടുത്തിയിട്ട് പോപ്പുലേഷൻ പറയേണ്ടി വരും. കാരണം അക്യുറേറ്റ് ആയിട്ട് എത്രയാണ് പോപ്പുലേഷൻ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഫിഷ് പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ, മത്സ്യത്തിന്റെ പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ, വി കാൻ പ്രെഡിക്ട് ദ അക്യുറേറ്റ് നമ്പർ ഓഫ് ഫിഷസ് ഇൻ ദ എനി വാട്ടർ വെജിറ്റേഷൻ അല്ലെ. അതിനിപ്പോ ലേക്ക് ആയാലും റിവർ ആയാലും ഓഷ്യൻ ആയാലും നമുക്ക് ഓരോ ഫിഷിനെയും പോയിട്ട് കൗണ്ട് ചെയ്തിട്ട് നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കാണുന്ന സമയത്ത് വി കാൻ ഓൺലി യൂസ് ദ റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി. നമുക്ക് അവിടെ വേറൊന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങള്, ഫിഷിങ്ങിന് എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഫിഷിങ്ങിന് എടുക്കുന്ന ഉപകരണങ്ങള്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി പറയാറ്. അപ്പൊ നമ്മുടെ റിലേറ്റീവ് മറ്റൊന്നുമായി റിലേഷൻ നടത്തിയിട്ടാണ് അവിടെ ഡെൻസിറ്റി പറയുന്നത് കൊണ്ട് തന്നെ റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വി ഗോ ടു ദ കൗണ്ടിങ് ഓഫ് കോളനീസ്. ബാക്ടീരിയ പോലെയുള്ള ചെറിയ ജീവികൾ വി കാണ്ട് പ്രെഡിക്ട് ദ അക്യുറേറ്റ് നമ്പർ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വി ആർ കൗണ്ടിങ് ദ നമ്പർ ഓഫ് കോളനീസ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാവും, കോളനീസിന്റെ എണ്ണമാണ് എണ്ണം. ഇനി ആൾസോ വെൻ വി കൺസിഡറിംഗ് ദ ടൈഗർ പോപ്പുലേഷൻ. ടൈഗർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പോയിട്ട് ടൈഗറിനെ കൊട്ടിയെടുത്തിട്ട് നമുക്ക് എണ്ണി നോക്കാൻ പറ്റത്തില്ലല്ലോ, സ്കൂളിലെ കുട്ടികളെ എണ്ണം എടുക്കുന്ന മാതിരി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ എടുക്കുന്നത് പഗ്മാർക്ക് സിസ്റ്റം ആണ്. എന്താണ് പഗ്മാർക്ക് സിസ്റ്റം ആണ്. ദെൻ ആൾസോ വി യൂസ് ദ ഫിക്കൽ മാറ്റർ, അതായത് അതിന്റെ കഷ്ടം എടുത്തിട്ട് അത് സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എടുത്തിട്ടുമാണ് സാധാരണ നമ്മൾ ടൈഗർ പോപ്പുലേഷൻ നടത്താറ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നത്. അത് നമ്പർ ആവാം, ബയോമാസ് ആവാം, റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആവാം, കൗണ്ടിങ് ഓഫ് കോളനീസ് ആവാം, ഓർ ദ പെഗ്മാർക്ക് ഓർ ദ ഫിക്കൽ മാറ്റർ ആയിരിക്കാം എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു സ്ഥലത്തെ പോപ്പുലേഷനെ സഹായിക്കുന്ന ഘടകങ്ങൾ? അന്ന് അവിടുത്തെ ഫുഡ് അവൈലബിലിറ്റി ആണ്. ഫുഡ് അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള പോപ്പുലേഷൻ കൂടുകയും കുറയുകയും ചെയ്യും. ആൻഡ് ആൾസോ ദ പ്രിഡേഷൻ പ്രഷർ, പ്രിഡേറ്റേഴ്സ് കൂടുന്ന സമയത്ത് അവിടെ പോപ്പുലേഷൻ കുറയാനും കൂടാനും അതിനനുസരിച്ച് മാറാനും സാധ്യതയുണ്ട്. ആൾസോ ദ വെതർ കണ്ടീഷൻ ആൾസോ ഡിറ്റർമൈൻ ദ പോപ്പുലേഷൻ ഗ്രോത്ത്. And now on this basis we can discuss the 4 terms, that's natality, immigration and mortality and emigration. The 4 terms that comes on the first one is the natality, okay, second one is immigration and the mortality and emigration. Okay, the first one is the natality is a birth rate in a population. അതായത് birth rate നെയാണ് natality എന്ന് വിളിക്കുന്നത്. That determine or this denote as the letter B. And it's a immigration, that is immigration, അതായത് ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിലേക്ക് വരുന്ന ജീവികളെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമിഗ്രേഷൻ. ഇൻ അതായത് ആ പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ പുതുതായിട്ട് വരുന്ന ആളുകളെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇതാണ് ഇമിഗ്രേഷൻ. ഐ കൊണ്ട് സൂചിപ്പിക്കുന്നത്. That determine denoted by letter I. And the mortality is the death rate in a population. Mortality is the death rate in a population, and that's determined by the letter D. And emigration is the നമുക്കറിയാം ജീവികൾ എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ നിന്ന് പലായനം ചെയ്തു പോവുക, ഒരു സ്ഥലത്തിലോട്ട് മറ്റൊരു സ്ഥലത്തിലോട്ട് പോവുക. കാരണം ഇപ്പൊ ഇവിടെയാണ്, ഇപ്പൊ നമ്മുടെ പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക, ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ വിട്ടിട്ട് പോകും. അതിനെയാണ് നമ്മൾ ഇമിഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് E, ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ E. ഓക്കെ ആണല്ലോ. സ്വാഭാവിക
വ്യക്തമായിട്ട് ശ്രദ്ധിക്കാം, നാറ്റാലിറ്റിയും ഇമിഗ്രേഷനും കൂടുന്ന സമയത്ത്, ഇവിടെ ബർത്ത് റേറ്റ് ആണ്. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ പോപ്പുലേഷനിലോട്ട് പുതുതായിട്ട് വരുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കൂടും? പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കും. ഇഫ് മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ടേക്കൺ പ്ലേസ്, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷനുമാണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് ചെയ്യും? കുറയും എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. നമ്മുടെ ഒരു പ്രകൃതി എടുക്കുകയാണെങ്കിൽ അവിടെ പല തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് നിത്യജീവിതത്തിൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ കാണുന്ന ഒരു ബന്ധമാണ് അല്ലെ, പല രൂപത്തിലാവാം. ചിലപ്പോൾ പ്രിഡേറ്റേഴ്സ് എന്നുള്ള രൂപത്തിലുള്ള ബന്ധമായിരിക്കും, ചിലപ്പോൾ മ്യൂച്വലിസം ആവാം, കമൻസലിസം ആവാം, പാരസൈറ്റിസം ആവാം. അപ്പോ നമ്മൾ സ്റ്റാർട്ട് വിത്ത് മ്യൂച്വലിസം. 2 സ്പീഷീസ് ഉണ്ട്, എയും ബിയും. രണ്ടിനും ഗുണം കിട്ടുന്ന, പോസിറ്റീവ് മാത്രം കിട്ടുന്ന ബന്ധമാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. മ്യൂച്വൽ, പരസ്പരം എന്നുള്ള മീനിങ്ങിൽ നിന്ന്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് വൺ ആണ് ലൈക്കൺ എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ദാറ്റ് ഈസ് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ അല്ലെ. ഇവിടെ ആൽഗെ എന്ന് പറയുന്നത് ദാറ്റ്സ് മേക്ക് ഫുഡ് അല്ലെ, ഫോട്ടോസിന്തറ്റിക് ആണ്, ഫുഡ് ഉണ്ടാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഫഞ്ചൈ എന്ത് കൊടുക്കും? സ്വാഭാവികമായിട്ടും ഷെൽട്ടർ കൊടുക്കും. ആർക്ക്? ആൽഗയ്ക്ക്. ഈ ആൽഗയ്ക്ക് വേണ്ട ഷെൽട്ടർ കൊടുക്കുന്ന പണിയാണ് ആർക്ക്? ഫഞ്ചൈക്ക്. ആൽഗ സ്വാഭാവികമായിട്ടും ഫുഡ് ഉണ്ടാക്കിയിട്ട് ആർക്കും കൊടുക്കും? ഫംഗസിനും കൊടുക്കും. അപ്പൊ അവർ തമ്മിലുള്ള ആ റിലേഷനെ വിളിക്കുന്നതാണ് മ്യൂച്വലിസം. And also second one is a mycorrhiza എന്ന് പറയുന്നത്. Here is association between fungi and the root of higher plants. ഫംഗസും അതുപോലെ തന്നെ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള ആ അസോസിയേഷനെ വിളിച്ച പേരാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇവിടെ സെയിം മെത്തേഡ് തന്നെയാണ്. ഈ ഫഞ്ചൈ കാരണം സ്വാഭാവികമായിട്ട് ഇതാണ് നോർമൽ ആയിട്ടുള്ള റൂട്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഫംഗസ് വന്നിട്ട് അതിന്റെ അബ്സോർപ്ഷൻ ഏരിയ കൂട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഹയർ പ്ലാന്റ്സിന് കൂടുതൽ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്നതാണ് ആര്? ഫംഗസ്. സ്വാഭാവികമായിട്ടും ഈ പ്ലാന്റ് തിരിച്ച് ഫുഡ് ആർക്ക് കൊടുക്കും? ഫംഗസിന് കൊടുക്കും. അതുപോലെ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പോസലിന് അതൊരു മ്യൂച്വലിസം ആണ് അല്ലെ. പോളിനേഷനും സീഡ് ഡിസ്പോസലൊക്കെ ഈ ഒരു മ്യൂച്വലിസം എന്ന് പറയുന്ന മെത്തോഡിലൂടെ നടക്കുന്നതാണ് അല്ലെ. പോളിനേഷൻ അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഫിഗ് ട്രീ ആൻഡ് വാസ്പ് എന്ന് പറയുന്നത് അല്ലെ. ഫിഗ് ട്രീ ആൻഡ് വാസ്പും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ഓർക്കിഡും ബീസും തമ്മിലുള്ള ബന്ധം. ഇവിടെ ആ സെക്ഷൽ കോപ്പുലേറ്ററി ഓർഗൻ, ആ സ്യൂഡോ കോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് ഓർത്ത് വെക്കണം നിങ്ങൾ. അപ്പൊ ഈ 2 കാര്യങ്ങള് ഫിഗ് ട്രീ ആൻഡ് വാസ്പ് ആൻഡ് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ആൻഡ് ബീസും എന്നതിന് ഉദാഹരണമാണ്. മ്യൂച്വലിസം എന്ന് പറയുന്ന ഈ കാര്യത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. There is a very important relation, that is commensalism. Here commensalism, one the species get benefited and another one is not beneficial or not harmful. അതായത് ഒന്നിന് പോസിറ്റീവ് ആണ്, മറ്റതിന് ഒന്നുമില്ല, സീറോ ആണ്. അതിന് ഉദാഹരണമായിട്ട് ഒന്ന് ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ ആണ്. ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ എന്ന് പറയുമ്പോൾ ഓർക്കിഡ്, മാംഗോ ട്രീ ആക്ട് ആസ് എ ഷെൽട്ടർ ഫോർ ഓർക്കിഡ്. മനസ്സിലായല്ലോ. ഓർക്കിഡിന് ഒരു ഷെൽട്ടർ ആയിട്ടാണ് മാംഗോ ട്രീ ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഓർക്കിഡിന് പോസിറ്റീവും മാംഗോക്ക് ഒന്നും നഷ്ടപ്പെടാനോ ഇല്ല, ഒന്നും കിട്ടാനോ ഇല്ല, സീറോ. And also when we considering the sea anemone and the clownfish, sea anemone clownfish എന്ന് പറയുമ്പോൾ sea anemoneും clownfishും sea anemone 0 അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല, clownfishന് പോസിറ്റീവ് ആണ്. കാരണം ഈ sea anemonesന് ചില ടെന്റക്കിൾസ് ഉണ്ട്. ഈ ടെന്റക്കിൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ clownfishesനെ പ്രിഡേറ്റേഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പറയുന്ന സീ അനിമോണിന് പറ്റും. ഓക്കെ ആണല്ലോ. പക്ഷെ സീ അനിമോണിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. നെക്സ്റ്റ് ബർണക്കിൾസ് ആൻഡ് വെയിൽ ഈസ് ആൾസോ സെയിം ആണ്. ഈ വെയിൽസിന് കിട്ടുന്ന ആഹാരമൊക്കെ സ്വീകരിക്കുകയാണ് ഇവരുടെ പണി. സ്വാഭാവികമായിട്ട് ഇവർക്ക് പോസിറ്റീവും വെയിൽസിന് എന്താണ്? 0 ആണ്. Cattle egret and grazing cattle, it is very important and a good relation. That means ഈ ഗ്രേസിംഗ് കാറ്റിൽസ് പോകുന്ന വഴി കൂടിയാണ് ആര് പോവാ? ഈ കാറ്റിൽ എഗ്രറ്റ് നടക്കുക. സ്വാഭാവികമായിട്ട് അവിടെയുള്ള പുല്ലൊക്കെ ചെത്തി പോകുന്ന സമയത്ത് കുറെ ഇൻസെക്ട് ഉണ്ടാവും. അത് ആർക്ക് കിട്ടും? കാറ്റിൽ എഗ്രറ്റിന് കിട്ടും. പക്ഷെ ഗ്രേസിംഗ് കാറ്റിന് വല്ല കാര്യമുണ്ടോ? ഇല്ല, 0 ആണ്. കാരണം അവിടെ പോസിറ്റീവ് ഇല്ല, നെഗറ്റീവും ഇല്ല. ഇത്രയുമാണ് കമൻസലിസത്തിന് ഉള്ള എക്സാമ്പിളുകൾ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഹിയർ വൺ ഈസ് ബെനഫിറ്റഡ്, അനദർ ഈസ് കംപ്ലീറ്റ്ലി നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് പാരസൈറ്റിസം. ദാറ്റ് ഈസ് നമുക്കറിയാം, അങ്ങനെ പാരസൈറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു പാരസൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ആ പാരസൈറ്റിനെ, ആ റെസിസ്റ്റൻസിനെ പ്രതിരോധിക്കാനുള്ള കഴിവുകൾ വേണം. അപ്പൊ എന്തെല്ലാം അഡാപ്റ്റേഷൻ ആണോ ഒരു പാരസൈറ്റിന് ഉണ്ടാവുന്നത്? ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ്. അതിന് പ്രത്യേകിച്ചായിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒന്നും എന്തിലുണ്ടാവില്ല, ഈ പറയുന്ന പാരസൈറ്റ്സിൽ ഉണ്ടാവില്ല. ആൻഡ് ഹുക്ക് ആൻഡ് സക്കേഴ്സ് ആർ പ്രസന്റ്. ഹുക്കും സക്കേഴ്സും ഉണ്ടാവും. എന്തിനാണ്? ഈ പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
റൈറ്റ്. ആൻഡ് ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ത് ആബ്സെന്റ് ആണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. കാരണം ദേ അക്സെപ്റ്റ് ഫുഡ് ഫ്രം ദ ഹോസ്റ്റിൽ നിന്നാണ് ഫുഡ് കിട്ടുന്നത്. പിന്നെ അതിന് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ദെൻ ഹൈ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, നല്ല റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ്. കാരണം കുറെ പാരസൈറ്റ് എന്ത് ചെയ്യും? ഈ റെസിസ്റ്റ് കൊണ്ട് നശിച്ചു പോകും. പിന്നെയും അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? ഹൈ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഈ പാരസൈറ്റ് എന്ന് പറയുന്നത് ഹാർമഫുൾ ടു ദ ഹോസ്റ്റ്. സ്വാഭാവികമായിട്ടും ഹോസ്റ്റിന്റെ സർവൈവലിനെ റെഡ്യൂസ് ചെയ്യും. മാത്രമല്ല ഹോസ്റ്റിന്റെ റിപ്രൊഡക്റ്റീവ് അതുപോലെ തന്നെ ഗ്രോത്ത് എല്ലാം എന്ത് ചെയ്യും? ഈ പാരസൈറ്റ് മൂലം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് പാരസൈറ്റിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അതിന്റെ എക്ടോ പാരസൈറ്റും അതുപോലെ തന്നെ എൻഡോ പാരസൈറ്റും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ രണ്ട് തരത്തില് പാരസൈറ്റിസ് വരാം, എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. ഫ്രം ദ വേർഡ് വി കാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്ടോ പാരസൈറ്റ് ദാറ്റ് മീൻസ് എക്ടോ പുറത്ത് കാണുന്ന ഔട്ട്സൈഡ് അല്ലെ, ഔട്ട്സൈഡ് ദ ബോഡിയുടെ പുറത്ത് കാണുന്നതാണ് എക്ടോ പാരസൈറ്റ്. എൻഡോ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ബോഡി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ രണ്ട് തരം പാരസൈറ്റിസ് ഉണ്ട്, എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. എക്ടോ പാരസൈറ്റിന് ഉദാഹരണമാണ് ഹെഡ് ലൈസ് ഇൻ ഹ്യൂമൻസ്, ദാറ്റ് മീൻസ് നമ്മൾ പറയുന്ന പേൻ അല്ലെ. അതുപോലെ തന്നെ ടിക്സ് ഓൺ ഡോഗ്സ്, ഈ ഡോഗ് റെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡോഗ്സിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും എന്താണ് ടിക്സ് എന്ന് പറയുന്നത്. ഒരു ചെള്ളു പോലെയുള്ള ഒരു സാധനമാണ് ടിക്സ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത് കോക്പോൾസ് ഓൺ മറൈൻ ഫിഷ്. ഓക്കെ, ഇതും അതുപോലെ ഒരു സാധനം തന്നെയാണ്. ആൻഡ് കസ്ക്യൂട്ട ഈസ് ദ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്. കസ്ക്യൂട്ട എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണ് ഇത് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എൻഡോ പാരസൈറ്റിന് ഉദാഹരണമാണ് നമുക്കറിയാം ലിവർ ഫ്ലൂക്ക് ആൻഡ് പ്ലാസ്മോഡിയം. നിങ്ങൾ കേട്ടതാണ്. രണ്ടും മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെ രോഗം ഉണ്ടാകാൻ കാരണമാവുന്ന രണ്ട് എൻഡോ പാരസൈറ്റുകളാണ് ലിവർ ഫ്ലൂക്ക് ആൻഡ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. എന്താണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്? ബ്രൂഡ് പാരസൈറ്റിസം ദാറ്റ് വാസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ കുക്കു ആൻഡ് ക്രൗ. കുയിലും അതുപോലെ തന്നെ കാക്കയും തമ്മിലുള്ള ഒരു പാരസൈറ്റിക് ആണ് ബ്രൂഡ് പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് കുക്കു സ്വാഭാവികമായിട്ടും മുട്ട എഗ് കൊണ്ടുപോയിട്ട് എവിടെ ഇടും? ക്രൗവിന്റെ കൂട്ടിൽ അല്ലെങ്കിൽ കാക്കയുടെ കൂട്ടിലിടും. കാക്ക അത് ഹാച്ച് ചെയ്യും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതിനെ വളർത്തും അല്ലെ. അതൊരു തരത്തിലുള്ള പറ്റിക്കലാണ്. അതായത് സ്വന്തം മുട്ട ആരെ കൊണ്ടാണ് വളർത്തിപ്പിക്കുന്ന? ആരെ കൊണ്ടാണ്? കാക്കയെ കൊണ്ടാണ്. ആ ഒരു പാരസൈറ്റിനെ വിളിപ്പിക്കുന്ന പേരാണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പൊ ഈ പാഠത്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.